Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ ബീഫ് കറിയാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറിയാണിത്. കപ്പയും ബീഫും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്, കപ്പ ചേർത്തിട്ടുണ്ടാക്കുന്നത്. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സ്പൈസിയാണ് എങ്കിലും വളരെ ടേസ്റ്റാണ്. കുറച്ച് സ്പൈസി ആയാലേ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള രുചി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ടാവും. അതുപോലുള്ള കറിയാണിത്. അപ്പോൾ ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പ്രോസസ്സിലൂടെ പരിചയപ്പെടുത്താം. ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഇത് നാടൻ കപ്പക്കറിയാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ നാടൻ ഫ്ലേവർ തരുന്ന വേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചതച്ച ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം, അത് ചേർത്ത് കൊടുക്കുക. 2 കഷ്ണം ഇഞ്ചി ചേർക്കുക ചതച്ചിട്ട്. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുക. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുക. ചതച്ചിട്ടാലും മതിയാകും, ഞാൻ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഒരു 3/4 ടീസ്പൂൺ ഗരമസാലയും ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്യണം. പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. പിന്നെ പോരാത്ത വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഇത് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തത്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട് ഇപ്പോൾ ഇതിൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമുക്കിനി ഇത് ഒരു കുക്കറിലോട്ട് മാറ്റാം. ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണമല്ലോ.
അപ്പോൾ ഞാനിതൊരു കുക്കറിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് മസാലയോടുകൂടി ചേർക്കാം. ഇതിനകത്തേക്ക് അപ്പോൾ ബീഫ് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പൊക്കെ ഞാനൊന്ന് 1/2 കപ്പ് വെള്ളം കൊണ്ട് ഒന്ന് അഴിപ്പിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ ലോക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് ടൈമിംഗ് വ്യത്യാസം ഉണ്ടാവും. ഞാനിത് 1/2 മണിക്കൂർ കുക്ക് ചെയ്തിട്ടാണ് വെന്ത് കിട്ടിയത്. ഒരു വിസിൽ വന്നതിന് ശേഷം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതാണ്. വീണ്ടും നമുക്കിത് പാനിലോട്ട് മാറ്റിയിട്ട് ഗ്രേവിയൊക്കെ പാകമാണെന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ കപ്പ ഇതിനകത്തേക്ക് വേവിച്ചാണ് ചേർക്കുന്നത്. വേവിച്ച കപ്പയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഗ്രേവി പോരെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് ഗ്രേവി ലൂസാക്കാവുന്നതാണ്. എനിക്കിത് കറക്റ്റ് പാകമാണ്. ഞാനൊരു 10-12 കഷ്ണം കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കിലോ കപ്പയാണ്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, പെട്ടെന്ന് വെന്തുടഞ്ഞു പോവും. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തതാണ്. കപ്പ ഏകദേശം 1/4 വേവ് വേവിച്ചെടുത്തതായിരിക്കണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയ കപ്പയാണെങ്കിൽ നമ്മൾ ഗ്രേവിയിൽ ഇടുമ്പോഴേക്കും അത് വളരെ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് 1/4 വേവ് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഗ്രേവിയിൽ കിടന്നൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഈ കപ്പയൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ടാവും. ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ച് പച്ചവേപ്പില തൂവി കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി തൂവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അവസാനം ചേർത്ത മേൻപടി, അതായത് പഞ്ചസാര, അതാണ് ഈ കറിക്ക് വളരെയധികം ടേസ്റ്റിലോട്ട് മാറ്റുന്നത്. മധുരം ഉണ്ടാവില്ല, പക്ഷേ എന്നാലും വളരെ നല്ല ടേസ്റ്റാണ്. അവസാനം 1/2 ടീസ്പൂൺ പഞ്ചസാര തൂവിയിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.